ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. അപ്പോൾ ഈ മാസങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഡ്രാഗൺ പ്ലാന്റുകൾ കുഴിച്ചിടരുത്. ഇതെല്ലാം ഈ മാസങ്ങളിൽ നമുക്കിപ്പോൾ തന്നെ ബഡുകളാവാൻ പോകുന്ന പ്ലാന്റുകളാണ്. നമുക്കറിയാം ഈ മാസങ്ങളിൽ ചൂടുള്ള മാസങ്ങളാണെന്നറിയാം. അപ്പോൾ ഡ്രാഗൺ പ്ലാന്റുകൾ കട്ടിങ്സ് ആയാലും വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണെങ്കിലും നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം ഇത് നേരത്തെ നട്ട ഡ്രാഗൺ പ്ലാന്റ് ആണ്. ഒരു വാർക്കക്കാലിനകത്ത് 4 പ്ലാന്റുകൾ നട്ടുകൊണ്ട് കയറി മറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഡ്രമ്മിൽ കൃഷി ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് പാർക്കക്കാല് മാത്രമല്ല, ഡ്രമ്മിലോ പെയിൻറ്റും ബക്കറ്റുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ 2 എണ്ണം വെച്ചാൽ മതി. പെയിൻറ്റും ബക്കറ്റുകളോ അല്ലെങ്കിൽ ചെടിച്ചട്ടി ഇതുപോലുള്ള ഡ്രമ്മുകളൊക്കെ അതിൽ നമ്മൾ 2 പ്ലാന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. കാരണം PVC പൈപ്പ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 പ്ലാന്റിനെ താങ്ങാനുള്ള ഇതുള്ളൂ നമ്മുടെ ഏകദേശം ഒരു PVC പൈപ്പിനൊക്കെ. അതുകൊണ്ട് 2 പ്ലാന്റുകൾ കൃഷി ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ് കുഴിച്ചിടുമ്പോൾ ഇതുപോലുള്ള ഡ്രാഗൺ പ്ലാന്റുകളാണ് കുഴിച്ചിടുന്നത്. നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതും ഇതുപോലുള്ള പ്ലാന്റുകളാണ്. അതായത് ഒരടി പീസുകളായുള്ള കട്ടിങ്സും വേര് പിടിപ്പിച്ച പ്ലാന്റുകളുമാണ് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നത്. ചിലരൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട്, പൊള്ളിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്, കളർ മാറിപ്പോയി, പൊള്ളിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ സമയങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യാൻ പാടില്ല. ഡ്രാഗൺ പ്ലാന്റുകൾ കൃഷി ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ നട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് നോക്കുക. ഇതുപോലുള്ള വാർക്കക്കാലുകൾ, ഈ വാർക്കക്കാല് 7 അടിയുടെ പോസ്റ്റാണ്. 7 അടിയുടെ പോസ്റ്റിൽ 5 അടി മണ്ണിന് മുകളിലേക്കും 2 അടി മണ്ണിന് താഴേക്കുമാണ് നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടയർ വെച്ചിട്ടുണ്ട്. ടയറിന് 2 കമ്പികൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓപ്പോസിറ്റ് സൈഡിൽ 2 കമ്പികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാർക്കക്കാലുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഹോളുകൾ ഇട്ട് തന്നെ നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 10 mm അല്ലെങ്കിൽ 12 mm കമ്പി കയറാൻ പറ്റുള്ള ഹോളുകളും ഇട്ടിരിക്കുക. അപ്പോൾ കട്ടിങ്സ് ഒക്കെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കണം. ആ വേര് പിടിപ്പിച്ചെടുക്കുന്നത് തണലത്ത് ചാരി വെച്ച് വേര് പിടിപ്പിച്ചെടുക്കണം. മണ്ണിൽ കുഴിച്ച് വെച്ചിട്ട് വേര് പിടിപ്പിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചീച്ചിൽ വരും. അതുകൊണ്ട് വെറുതെ ചാരി വെച്ച് വേര് പിടിപ്പിച്ചെടുക്കുക. അതും തണലത്ത് തന്നെ ചാരി വെച്ചിരിക്കണം. അപ്പോൾ പതുക്കെ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ 4 സൈഡിലും ചെറിയ കുഴികൾ ഉണ്ടാക്കി ആ 4 സൈഡിലും വേര് പിടിപ്പിച്ച പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന സിറ്റി കമ്പോസ്റ്റും സൂപ്പർ മീലുമാണ് നിറച്ചിരിക്കുന്നത്. ഇനി ഉണക്ക ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് വളമാണോ ഉള്ളത് അത് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ വേനലുള്ള സമയത്ത് കോഴിവളവും ആട്ടിൻകാഷ്ടവും ഒന്നും ഇട്ടിട്ട് നടരുത്. അല്ലാത്ത ഉണക്ക ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, സിറ്റി കമ്പോസ്റ്റ് അങ്ങനെ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ അല്പം വേപ്പും പിണ്ണാക്കും എല്ലുപൊടി ഇല്ലെങ്കിൽ അതേ സെയിം ഉള്ളതാണ് സൂപ്പർ മീലോ അനിമീലോ സ്റ്റെറാമീലോ അതെന്തെങ്കിലും കൂടി മിക്സ് ചെയ്തേക്കുക. നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിൻ്റെ ഒരു 4 വിരൽ താഴേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ നട്ടുവെക്കുന്നത്. നാല് സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ കുഴിച്ചു വയ്ക്കും. ഒരു അല്പം ചെരിച്ച്, ഇത് കണ്ടോ, അല്പം ചെരിച്ചാണ് നമ്മൾ നട്ടേക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലം ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നവരുണ്ട്. ഏറ്റവും പറ്റിയ സമയങ്ങൾ ഈ സമയത്ത് നട്ടുപിടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മഴയൊക്കെ വരുമ്പോഴേക്കും, നല്ല മഴക്കാലമാകുമ്പോഴേക്കും ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ച് ഇതിനകത്ത് മുളയൊക്കെ പിടിച്ച് കിട്ടിയാൽ പിന്നെ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ചീച്ചിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ കൂടുതൽ കൃഷി ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സമയത്ത് കൃഷി ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത് നട്ട് ഉടനെ തന്നെ ഒരു ഷെയ്ഡ് കൊടുത്തേക്കുക. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇന്ന് നട്ടു, ഇനി 2 ദിവസം കഴിയുമ്പോഴേക്കും വന്ന് ഷെയ്ഡ് കൊടുക്കാമെന്ന് ഓർക്കും. അത് പാടില്ല. അന്നേരം തന്നെ നമ്മൾ ഷെയ്ഡ് കൊടുത്തേക്കണം. അപ്പോൾ അങ്ങനെ ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ചൂട്ട് ഉപയോഗിക്കാം, തണങ്ങ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗ്രീൻ നെറ്റുകൾ ഉപയോഗിക്കാം. എന്തെങ്കിലും കൊടുത്തൊന്ന് ഷെയ്ഡ് കൊടുത്തേക്കുക. ഇതുപോലത്തെ ചൂട്ടുകൾ വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് 4 സൈഡിൽ നിന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. ഷെയ്ഡ് കിട്ടി, അത് പൊള്ളിപ്പോവില്ല. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പൊള്ളിപ്പോവും ഇങ്ങനത്തെ ഷെയ്ഡ് കൊടുത്തില്ലെങ്കിൽ. ഇനി ചൂട്ടും തണങ്ങൊന്നും കിട്ടാനില്ല. ഒരു കാര്യം ചെയ്തേക്കുക, നെറ്റ് അങ്ങ് കെട്ടി കൊടുത്തേക്കുക. ഇതുപോലെ ഗ്രീൻ നെറ്റ് എടുത്തിട്ട് ഗ്രീൻ നെറ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തേക്കുക. ഇനി അതുമല്ല, ഇതുപോലത്തെ ടയർ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ ഇങ്ങനെ ഒരു ഗ്രീൻ നെറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. അതവിടെ കിടന്നോളും. ഇനി ഇതും ഇല്ലെങ്കിൽ ഒരു ചാക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചാക്ക് അവിടെ കിടന്നാലും ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ഷെയ്ഡ് കിട്ടും. ആ ഷെയ്ഡിൽ ഇത് പൊള്ളി പോവില്ല. എന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ്, നന കൊടുക്കണമെന്ന് ഒത്തിരി പേര് കമൻറ്റുകൾ ചോദിക്കാറുണ്ട്. ഈ ഡ്രാഗൺ പ്ലാന്റിൻ്റെ നനയുടെ ആവശ്യമില്ലല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ നടുന്ന ഉടനെ തന്നെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് നനയും കൂടെ കൊടുത്തേക്കുക. അത് നല്ലതാണ്.
അപ്പോൾ 2-3-4 ദിവസം കൂടുമ്പോൾ നനയ്ക്കുകയും നല്ലൊരു ഷെയ്ഡ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡ്രാഗൺ പ്ലാന്റ് പിടിച്ച് വളർന്നുകൊള്ളും, മുളയൊക്കെ പൊട്ടിക്കോളും. അപ്പോൾ ആ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രാഗൺ പ്ലാന്റുകൾ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്, കട്ടിങ്സും വേര് പിടിപ്പിച്ച പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടാത്തവർ ഡ്രമ്മിലോ അല്ലെങ്കിൽ പെയിന്റും ബക്കറ്റുകളോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ നട്ടുപിടിപ്പിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ കൊറിയർ വന്നതിന് ശേഷം ചിലർ ബോക്സിൽ തന്നെ കുറച്ച് ദിവസത്തേക്ക് വെച്ചേക്കും. അങ്ങനെ ചെയ്യരുത്. ബോക്സ് പൊട്ടിച്ച് എടുത്ത് വെച്ചേക്കുക. ഡ്രാഗൺ പ്ലാന്റുകൾ നമ്മൾ കൊറിയർ അയച്ച് കിട്ടിയതിന് ശേഷം ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞു നടാൻ പറ്റിയോളൂ എന്നോർത്ത് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്ന ഒന്നല്ല ഡ്രാഗൺ പ്ലാന്റ്. മറ്റുള്ള പ്ലാന്റുകളെ പോലെ അല്ല ഡ്രാഗൺ പ്ലാന്റുകൾ. തണലത്ത് എവിടെയെങ്കിലും ചാരി വെച്ചിരുന്നാൽ മാത്രം മതി. അല്ലാതെ നമ്മുടെ പോസ്റ്റ് റെഡി ആയില്ലോ, നമ്മുടെ ഡ്രം റെഡി ആയില്ലല്ലോ എന്നോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഡ്രാഗൺ പ്ലാന്റുകൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.